വൻ വിജയമായി മാറിയ പ്രേമലുവിലെ അമൽ ഡേവിസിനെ അവതരിപ്പിച്ച് പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് സിനിമ എഡിറ്റർ കൂടിയായ സംഗീത് പ്രതാപ്. പ്രേമലുവിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിനു ശേഷം അഭിനയരംഗത്ത് താരത്തിന് നിരവധി അവസരങ്ങളാണ് ലഭിക്കുന്നത്. 2023 പുറത്തിറങ്ങിയ ലിറ്റിൽ മിസ് റാവുത്തർ എന്ന ചിത്രത്തിലൂടെ മികച്ച എഡിറ്ററിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സംഗീതിന് ലഭിച്ചിരുന്നു. മോഹൻലാലിനൊപ്പം തരുൺ മൂർത്തി ചിത്രമായ തുടരുമിലും സംഗീത് അഭിനയിച്ചിരുന്നു. സത്യൻ അന്തിക്കാടിന്റെ വരാനിരിക്കുന്ന ചിത്രമായ ഹൃദയപൂർവ്വത്തിലും മോഹൻലാലിനൊപ്പം നടൻ അഭിനയിച്ചു വരുന്നു. ആശീർവാദ് സിനിമാസാണ് ഹൃദയപൂർവ്വം നിർമ്മിക്കുന്നത്. മാളവിക മോഹൻ നായികയാവുന്ന ചിത്രത്തിൽ മോഹൻലാലും സംഗീത് പ്രതാപും തമ്മിലുള്ള കോമ്പിനേഷൻ പ്രേക്ഷകർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ലാലു അലക്സ്, സംഗീത, സിദ്ദിഖ്, ബാബുരാജ്, സബിത ആനന്ദ് തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ പഴയ ശ്രീനിവാസൻ മോഹൻലാൽ കോമ്പിനേഷൻ പോലെയാണെന്ന് സത്യൻ അന്തിക്കാട് തന്നെ മുൻപ് പറഞ്ഞിരുന്നു. മോഹൻലാലിനൊപ്പമുള്ള സംഗീത് പ്രതാപിന്റെ ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധ നേടുകയാണ്. കഴിഞ്ഞ ദിവസം ഹൃദയപൂർവ്വം ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ചില ചിത്രങ്ങൾ സംഗീത് പ്രതാപ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ഷൂട്ടിംഗ് ഇടവേളകളിലുള്ള മോഹൻലാലിനൊപ്പമുള്ള സൗഹൃദ നിമിഷങ്ങളാണ് ചിത്രങ്ങളിൽ കാണുന്നത്. സംഗീതിനൊപ്പം ചിരിച്ചു കളിച്ചു നിൽക്കുന്ന മോഹൻലാലിനെയും കാണാം. ഞാൻ കണ്ടുവളർന്ന ഇതിഹാസം തന്നെയാണോ അതോ കാലങ്ങളായി അറിയുന്നവരെ പോലെ തമ്മിൽ ചിരിക്കുന്ന കൂട്ടുകാരനാണോ ഇദ്ദേഹമെന്ന് ഒരുപാട് തവണ ഞാൻ ആലോചിച്ചു. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മ ചിത്രങ്ങൾ. ഈ ചിരികൾക്ക് ഒരുപാട് നന്ദി ലാലേട്ട എന്നാണ് സംഗീത് പ്രതാപ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത്. മോഹൻലാലിന്റെ ഫേമസ് എന്താ മോനെ ഡയലോഗ് മുതൽ ലാലേട്ടന്റെ മാസ്റ്റർ പീസ് ഡയലോഗായ എടാ വിജയ, എന്താടാ ദാസ തുടങ്ങിയ ഡയലോഗുകൾ കമന്റ് ബോക്സിൽ കാണാം. കഴിഞ്ഞ 1 വർഷമായി ഞാൻ ലാലേട്ടനൊപ്പമാണ് സമയം ചെലവഴിക്കുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ. കുറച്ചു കാലമായി ഞാൻ ലാലേട്ടന്റെ തൊട്ടടുത്ത് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു. ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ലെന്നാണ് സംഗീത് പറയുന്നത്. സ്ക്രിപ്റ്റ് കേൾക്കാതെയും മറ്റൊന്നും ആലോചിക്കാതെയുമാണ് തരുൺ മൂർത്തി ചിത്രമായ തുടരുമെന്ന സിനിമയിൽ അഭിനയിച്ചതെന്നും സംഗീത് പറയുന്നു. മോഹൻലാൽ ശോഭന ചിത്രത്തിന്റെ പ്രഖ്യാപനം കണ്ടപ്പോൾ തരുൺ മൂർത്തിക്ക് മെസ്സേജ് അയച്ച് അതിൽ വേഷമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ആ ദിവസമോ അടുത്ത ദിവസമോ അദ്ദേഹം വിളിച്ചു. ഒരു അതിഥി വേഷമുണ്ടെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക തുടങ്ങിയ 2 സിനിമകളും മുന്നിലുള്ളതിനാൽ 1-2 രംഗങ്ങളായാലും അത് ചെയ്യണമെന്നുണ്ടായിരുന്നെന്നും സംഗീത് പറഞ്ഞു. അഖിൽ സത്യന്റെ കഥയിൽ നവാഗതനായ TP സോനുവാണ് ഹൃദയപൂർവ്വത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത്. അനൂപ് സത്യനാണ് മുഖ്യ സംവിധാന സഹായി. ഛായാഗ്രഹണം അനു മൂത്തേടത്താണ്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് K രാജഗോപാൽ നിർവഹിക്കുന്നു. സ്ഥിരമായി സംഗീത സംവിധാനം നിർവഹിച്ചിരുന്ന ഇളയരാജയ്ക്കു പകരം ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകറാണ്. സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന 20ാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മുൻപേ തന്നെ പുറത്തിറങ്ങിയിരുന്നു. മോഹൻലാലിന്റെ കൈയക്ഷരത്തിലാണ് ടൈറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.